എവിടെല്ല എന്തെല്ലാം ഇല്ലെന്ന് പറഞ്ഞാലും എന്റെ പ്രിയ മകൻ, എന്റെ പ്രിയ മകള് നിങ്ങൾക്കൊന്നിനും കുറവുണ്ടായിരിക്കുകയില്ല. ഏഷ്യ 43:1. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവവുമായുള്ള ബന്ധം പുലർത്താനായിട്ട് നമ്മളുടേതായ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ദൈവം സാധിക്കൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സ്ത്രീകളെ അവര് ഓരോരുത്തരും പറയുന്നതിടയിലുള്ള കാഴ്ചയില്ല. കാണാൻ പറ്റുന്നതിന് ആരാ ഉത്തരവാദി? ടിവിയുടെ മുമ്പില് ഇരുന്നും കിടന്നും കാണുമ്പോൾ ഓർക്കണം, ഇത് വകുപ്പാകും, പ്രശ്നമാകും, കടബാധ്യത കൂടും, രോഗപീഠകളുണ്ടാകും, പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ വെള്ളം പൊങ്ങുന്ന പോലെ ഉണ്ടാകും. ഇതൊക്കെ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി. കാരണം നമ്മള് നല്ലതാണെന്ന് നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾ ചോദിക്കണം, ഈശോയെ ഇത് നിനക്കിഷ്ടമാണോ? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, അല്ലെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിനക്കത് ഇഷ്ടമാണോ ഈശോയെ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാറുണ്ടായിരിക്കും. ചോദിക്കോ, ദൈവമേ ഞാൻ കാണുന്നത് നിനക്കിഷ്ടമാണോ? ഞാൻ ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. ഞാൻ ഈ പ്രാർത്ഥനയിലൊക്കെ വന്നതിന് ശേഷം ആരെയെങ്കിലും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം വരുവാണെങ്കിൽ ഞാൻ എന്റെ ശരീരത്തെ ഇങ്ങനെ പിച്ച് നോക്കുമായിരുന്നു. അപ്പൊ എനിക്കെങ്ങനെ വേദനിക്കുന്നു അങ്ങനെയാണ് ഞാൻ ആരോടെങ്കിലും സംസാരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അവർക്ക് വേദനിക്കുന്നു. എന്നാല് പിതാവ് എന്നുള്ള സംസാരിക്കുന്ന അവസ്ഥ വരുവാണെങ്കിൽ ശാസിച്ച് തന്നെ സംസാരിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ സംശയമായിട്ട് കിടക്കുന്ന ഒരു സംഭവമുണ്ട്. പ്രവാചക ദൗത്യം എന്താണെന്നുള്ള തിരിച്ചറിവില്ലായിരുന്നു. എന്താണ് പ്രവാചക ദൗത്യം? നമ്മൾ പറയുന്നത് വിധിയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിധിക്കുകയാണെന്നാണ് പറയുന്നത്. ദൈവം ഒരാളെ തെരഞ്ഞെടുത്ത് ദൈവം സംസാരിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല്, പ്രവാചക ദൗത്യത്തിലൂടെ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞാല് ആ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയിലൂടെ പിന്നെ സംസാരിക്കുന്നത് ദൈവമാണ്. അവിടെ വിധിക്കാനും രക്ഷിക്കാനും അവരിലൂടെ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദ് രാജാവിന്റെ ഇരിക്കല് നാഥാം പ്രവാചകൻ ചെന്ന്, ദാവീദ് രാജാവിന്റെ ഇരിക്കല് നാഥാം പ്രവാചകൻ ചെന്നിട്ട് ദാവീദിന്റെ ഇരിക്കൽ ഒരു കഥയെല്ലാം അവതരിപ്പിച്ചതിന് ശേഷം ദാവീദ് തിരിച്ചു ചോദിച്ച ആ ആൾ ആരാണെന്ന് ചോദിച്ചപ്പോഴ് നാഥാം പ്രവാചകൻ ദാവീദ് രാജാവിന്റെ നേരെ വിരല് ചൂണ്ടി. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ നിമിഷം നാഥാം പ്രവാചകന്റെ തല പോവുകയാണ്. രാജാവ് കൽപ്പന കൊടുത്താൽ മതി, അദ്ദേഹത്തിന്റെ തലയെടുത്തേരെ, ആ നിമിഷം തല പോവുക. അത്ര അധികാരമുള്ള ആളാണ് രാജാവ്. ആ രാജാവിന്റെ മുന്നിൽ ചെന്നുകൊണ്ടാണ് നാഥാം പ്രവാചകൻ ദാവീദിന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞ്, ആ മനുഷ്യൻ നീ തന്നെയാണ്. ഇതിനെ നമ്മളെന്തെന്നാ വിളിക്കുന്നത്? നമ്മളെന്തെന്ന് പറയും ഇങ്ങനെയുള്ള വാക്കിന്? എന്ത് പറയും? അറിയാവാറെങ്കിലും എന്ത് പറയുന്നു? നമ്മൾ പറയും, അയ്യോ വിധിക്കല്ലേ, വിധിക്കല്ലേ, നമുക്കതിനുള്ള കഴിവുണ്ടോ, നമുക്കതിനുള്ള യോഗ്യത ഉണ്ടോ, വിധിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ആ പറയുന്നത് ഒരിക്കലും മാനുഷിക വാക്കുകളല്ല. ഏലിയ പ്രവാചകൻ പറഞ്ഞ് 3 വർഷത്തേക്ക് മഴ പെയ്യരുത്,
മഴ പെയ്യരുതെന്ന് പറഞ്ഞപ്പോ പിന്നെന്തോ സംഭവിച്ചു? ഇടിച്ചേറി വന്ന മഴ ഇപ്പൊ പെയ്തേ വരുന്നുള്ളൂ. ഇല്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇപ്പൊ ഉടനെ എനിക്കിവിടെ മഴ പെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് മഴ വന്നോ? ആ 3 വർഷം മഴ ഇങ്ങോട്ടില്ലായിരുന്നു. അതായത് ഈ ഏലിയ പ്രവാചകൻ ഇവിടുന്ന് സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്നതാണോ? ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതാണോ? അല്ല. അദ്ദേഹവും നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയില് ഉണ്ടായിരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് മുന്നറിയിപ്പുകൾ തരികയാണ്. ദൈവം സംസാരിക്കുകയാണ്. അനുസരിക്കാൻ തയ്യാറുള്ളതൊക്കെ രക്ഷപ്പെടും, ഇല്ലാത്തതൊക്കെ പ്രശ്നമായിട്ട് തീരും. ജെറമ്യയുടെ പുസ്തകം 45-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യത്തിലൂടെ ദൈവം ജെറമ്യയോട് സംസാരിച്ച്, ഞാൻ നട്ടതൊക്കെ ഞാൻ തന്നെ പിഴുത് കളയും, ഞാൻ പണിഞ്ഞത് ഞാൻ തന്നെ ഇടിച്ചു നിരത്തും. ഒരുപാട് കാര്യങ്ങള് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട, നിങ്ങളുടെ ജീവൻ മാത്രം നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുക. അതായത് നിങ്ങളുടെ ആത്മാവിനെ മാത്രം നിങ്ങൾ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കാനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസും അന്ത്രയോസും യോഹന്നാനും ഒക്കെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധികാരികൾ പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ ഇവിടങ്ങ് ഒരു വാക്ക് പോലും മിണ്ടിപ്പോകരുതെന്ന് പുരോഹിതര് പറഞ്ഞു. അപ്പൊ അവരെ തിരിച്ചെന്താ ചോദിച്ച്, പിതാവായ ദൈവം പറയുന്നത് അനുസരിക്കണോ അതോ അധികാരികളായ നിങ്ങൾ പറയുന്നത് അനുസരിക്കണം? അപ്പൊ ആര് പറയുന്നത് അനുസരിക്കണ്ടേ? ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ചെന്ന് പറയേണ്ടത് കൊണ്ടായിരുന്നു പത്രോസിനോട് കർത്താവ് പറഞ്ഞ, പത്രോസ്, നിന്നെ പിശാച് ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. അപ്പോഴതുകൊണ്ട് ടി വി ഭ്രമമുള്ള ആൾക്കാർ, ടി വി കാണുന്നവരുണ്ടെങ്കിൽ തന്നെ കരങ്ങൾ ഉയർത്തുക. ടി വി കാണുന്നവർ ഇങ്ങനെ ചർച്ച ചെയ്യാതെ പൊക്കണോ വേണോ വേണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചർച്ചയാണ്. ഈ ഇരിക്കുന്ന ഒരുപാട് പേര് ടി വിയുള്ള ഭ്രമമാണ്. അത് അന്ധകാര ശക്തിയുടെ ഒരു പ്രവർത്തനമാണ്. അതിന് വിടുതൽ പ്രാപിക്കേണ്ട പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി. പല സ്ഥലത്തും ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ടി വി കാണലിലൂടെ. ഞാനിവിടെ പറഞ്ഞില്ലേ, ടി വി കാണലിലൂടെ പല അപകടങ്ങളും സംഭവിച്ച ഒരു അമ്മ 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ മടിയിൽ കിടത്തിക്കൊണ്ട് സിനിമ കാണുമായിരുന്നു. മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്, ആ തള്ളയ്ക്ക്. അപ്പൊ മോഹൻലാലിന്റെ ആ സിനിമയ്ക്കകത്ത് ഭയങ്കര ഇടി സ്റ്റണ്ട് സീൻ നടക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഈ കുഞ്ഞ് കാലെ കിടക്കുന്നൊന്നും ഓർത്തില്ല. അമ്മ കൊച്ചു കാലത്തിന് കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് അടിയടാ ഇടിയടാ എന്നൊക്കെ പറഞ്ഞു. ടിവിക്ക് പ്രോത്സാഹനം കൊടുത്തു. അടിയടാ, തിരിച്ചൊരടി കൊടുക്കാന്ന് പറഞ്ഞ് പ്രോത്സാഹനം എല്ലാം കൊടുത്തു. എന്തായാലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൈകൊട്ടുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും എല്ലാം ചെയ്തു. ഈ സന്തോഷമെല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി തന്നെ പറഞ്ഞ്, നല്ല സിനിമകാരൻ, നല്ല രസമുണ്ടായിരുന്നൊക്കെ പറഞ്ഞതിന് ശേഷം പതുക്കെ പുള്ളിക്കാരി ഇങ്ങനെ താഴോട്ട് നോക്കിയപ്പം മടിയിലൊന്നും ഇല്ല. 2 വയസ്സുള്ള കുഞ്ഞ് മടിയൊക്കെ തന്നെ കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു വേളമെല്ലാം വെച്ചത്. അവസാനം നോക്കിയപ്പം മടിയിലൊന്നും ഇല്ല. അന്നേരം നെഞ്ചത്തിടി തുടങ്ങി. മോഹൻലാലിന്റെ ഇടി സ്വന്തമായിട്ട് ഇടിക്കാൻ തുടങ്ങി, നെഞ്ചത്തിടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇടി തുടങ്ങി. എല്ലാവരും 4 വഴിക്ക് ഓടി, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിപ്പോയി
എന്തായാലും ആ വീടിന്റെ പുറവശത്ത് ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിനകത്ത് മാന്യമായ രീതിയിൽ 2 വയസ്സുള്ള കുഞ്ഞ് ചത്തി കിടപ്പുണ്ടായിരുന്നു. ഈ 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് ആ കുളത്തിനകത്ത് മരിച്ചു കിടപ്പുണ്ടായിരുന്നു. സിനിമയോട് തോന്നിയ ഭ്രമം. കരഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ടോ? കാരണം സകലതും മറന്ന്, ലോകവും മറന്ന്, ദൈവത്തെ മറന്നിട്ടാണ് അതിന്റെ മുമ്പിൽ പോകുന്നത്, ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ പാത്രങ്ങൾ വീട്ടിൽ വന്ന് നോക്കിയാലേ അറിയാം. നിങ്ങളുടെ വീടുകളിലുള്ള പാത്രങ്ങള് എന്ന് സീരിയൽ തുടങ്ങി അന്ന് മുതൽ കറുത്ത പാത്രമായ അകത്തും കറുപ്പ്, പുറവും കറുപ്പ്. ഇല്ലേ? അകവും കറുപ്പാണ്, പുറവും കറുപ്പാ. കാരണം കത്തി എരിഞ്ഞ് പുകഞ്ഞ് ആഹപ്പാടെ കത്തി നശിച്ചിരിക്കുന്ന സാധനമാണ്. സീരിയല് ഇതുകൂടെ കഴിയട്ടെ, കരിയുന്ന മണം വന്നാലും പോവണിട്ട് പോകാനായിട്ടുള്ള മനസ്സ് വരുത്തില്ല, അവിടെ തന്നെ ഇരിക്കുക. അപ്പൊ ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് അന്ധകാര ശക്തിയുടെ പ്രവർത്തനമാണ്. അതാണ് ഈ ടിവിയോടുള്ള അമിതമായ പ്രമാദം. നിങ്ങൾ നിസ്സാരമായിട്ട് കരുതരുത്. നിങ്ങളുടെ തന്നെ കുടുംബം തകരുകയാണ്. അല്പമായിട്ട് നിഷേധിക്കുന്നവര് അല്പമായിട്ട് നശിപ്പിക്കുന്നു. അതുകൊണ്ട് ജീവിഭ്രമമുള്ളവര് അത് ഉപേക്ഷിക്കേണ്ട തയ്യാറാകും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, സന്തോഷത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരുപാട് സ്ഥലങ്ങളിലെ പകർച്ചവ്യാധികളൊക്കെ മഞ്ഞപ്പിത്തം, എലിപ്പനി, ഡെങ്കിപ്പനി, ഇങ്ങനെ അനേക രോഗങ്ങള് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്നുകൾക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴ് അവർക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിലൊക്കെയാണ് തരുന്നത്. അന്വേഷിച്ചില്ല, നോക്കിയില്ല. ചികിത്സിക്കേണ്ട ഡോക്ടർമാർ തന്നെ സമരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കാരണം നിനക്ക് ദൈവം ഇല്ലാതാവുമ്പോൾ നീ പരാജയപ്പെടാൻ തുടങ്ങും. എല്ലാ നന്മകളും നൽകുന്നത് ദൈവമാണ്. എപ്പോഴാണോ ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം മാറുന്നത്, ആ നിമിഷം മുതല് തകർച്ചയിലേക്ക് മാറാനായിട്ട് തുടങ്ങും. ദൈവം നമ്മളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നയിക്കുന്നത് ആരാ? പിന്നെ അന്ധകാര ശക്തിയാണ് നമ്മളെ നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അപ്പൊ വേദനകളും പീഡനങ്ങളും ദുരിതങ്ങളും ഒക്കെ ശക്തി പ്രാപിക്കുമ്പോൾ അത് ആര് മുഖേനയാ വരുന്നത്? അന്ധകാര ശക്തി മുഖേനയാണ്. അതിലൂടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്ത് സംഭവമാണ് അതിലൂടെ നടക്കുന്നത്? അപ്പോസ്തലപ്രവർത്തനം 17:27. കഷ്ടപ്പാടുകളും പീഡനങ്ങളും അനുവദിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കാനും ആ അന്വേഷണത്തിലൂടെ ദൈവത്തെ കണ്ടെത്താനും. അപ്പോഴേ നമുക്ക് കഷ്ടപ്പാടോ പീഡനങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം ഞങ്ങളോട് സംസാരിക്കുകയാണ്. ഈ വേദനയിലൂടെ, ഈ പ്രയാസത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിക്കണം. അവിടെ വെച്ച് ദൈവത്തിലേക്ക് തിരിയാനായിട്ട് നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവരതിന് കൗൺസിലിങ്ങിന് വരുമ്പോ പറയാറുണ്ട്, ബ്രദറെ അങ്ങനെ വലിയ തെറ്റും പാവമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, പള്ളിയിലെല്ലാം കൃത്യമായിട്ട് പോകും, എല്ലാ ഞായറാഴ്ച ഇടദിവസം എല്ലാം പള്ളിയിൽ പോകും, യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല. ഇല്ലേ? പള്ളിയിലൊക്കെ പോകും, ഒരു കുഴപ്പവുമില്ല, കുമ്പസാരവും കുർബാനയും എല്ലാം ഉണ്ട്. പക്ഷെ രോഗപീഠനങ്ങളൊന്നും മാറുന്നില്ല, കുടുംബ തകർച്ചകൾ മാറുന്നില്ല, സാമ്പത്തിക കടബാധ്യതയ്ക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഇവിടെ ഉപകാരത്തുള്ള വായിച്ച് കേട്ടില്ലേ? ലക്ഷങ്ങളുടെ ബാധ്യതകൾ കുറേശ്ശെ കർത്താവ് വിടുതൽ കൊടുക്കുന്നു. എന്താ കാരണം? ഇതിനകത്ത് വന്നു കയറി എല്ലാവരും പരസ്പരം കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗത്ത് നടക്കുന്ന സംഭവം ഇവിടെ ആവർത്തിക്കപ്പെടുക.
സ്വർഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. സദാസമയം പിതാവിന്റെ മുഖം ദർശിച്ചുകൊണ്ട് അവിടെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നിങ്ങനെ അനവരതം സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തുതികൾ എവിടെയുണ്ട് അവിടെ ദൈവമുണ്ട്, വിടുതലുണ്ട്. ശക്തമായിട്ട് നിങ്ങള് സ്തുതികളിൽ അമാന്തം കാണിക്കാത്തവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. രോഗപീഡനങ്ങൾ മാറും. അതിരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കുമ്പോഴ് സങ്കീർത്തനം 81 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 5, 6, 7 വാക്യങ്ങളിൽ, നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരും, നിന്റെ തോളിൽ നിന്ന് ഞാൻ ഭാരം ഇറക്കി വെക്കും, നിന്റെ കൊട്ടയിൽ നിന്ന് ഞാൻ പിടിവെക്കും. നമ്മള് തുറന്ന് സ്തുതിക്കുമ്പോഴ്, ആത്മാർത്ഥമായിട്ട് സ്തുതിക്കുമ്പോഴ് നമ്മളിലുണ്ടായിരിക്കുന്ന ബന്ധനങ്ങൾ വിട്ടുപോവുക, ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നമ്മളിലേക്ക് വന്ന് ഇറങ്ങുക. അങ്ങനെയാണ് കടബാധ്യത മാറുന്നത്, നമ്മളിലുണ്ടാകുന്ന രോഗപീഠനങ്ങൾ മാറുന്നത്. ഏത് മാരകമായ രോഗങ്ങളായിരുന്നാലും അത് നിർവീര്യമാവുകയാണ്. ഇന്നിപ്പോ കർത്താവ് സന്ദേശം തരികയായിരുന്നു, യാക്കോബിലെ എഴുതിയ ലേഖനം 5:15. ഇത് കർത്താവിനോട് സംസാരിച്ചു. യാക്കോബ് 5:15 അതെന്താ പറയുന്നത്? വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ആ വചനം കർത്താവ് തന്നപ്പോഴാണ് ദാവീദ് ബ്രദറിനെ അകത്ത് വിളിപ്പിച്ചിട്ട് പറഞ്ഞത്, സമൂഹത്തിൽ പറയുക, രോഗികളായിട്ട് വന്നിട്ടുള്ളവർ ഒരുങ്ങി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുക, തൈലാഭിഷേകത്തിലൂടെ നിങ്ങളുടെ രോഗം സുഖം പ്രാപിക്കും. കർത്താവ് എന്താ പറഞ്ഞ്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം ഏത് രീതിയിലാണോ ആ രീതിയിലാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, കൊണ്ടുവന്നവരുടെ വിശ്വാസം നിമിത്തം തളർവാദ രോഗി സുഖം പ്രാപിക്കും. ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസം, എന്റെ കടബാധ്യത മാറും, എനിക്ക് വീട് കിട്ടും, എനിക്ക് ജോലി ദൈവം തരും. ഈ വിശ്വാസമാണ് നാളെ ഉപകാരസ്മരണയായിട്ട് മാറാനായിട്ട് ദൈവം അനുവദിക്കുന്നു. പ്രൈസല്ലോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം നമ്മൾ മാത്രമല്ല, അനേകര് പുറത്തും നമ്മളോട് കൂടെ പ്രാർത്ഥനയിലാണ്. രാത്രി 3 മണിക്കൊക്കെ നമ്മളോട് കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ള പല രാജ്യങ്ങളിൽ സംശയമുള്ള കർത്താവ് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നില്ലേ നമ്മളുടെ കൂടെ പ്രാർത്ഥിക്കുന്നവര്. ഇറ്റലിയിൽ നിന്നും റോമിൽ നിന്നും ഒക്കെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവര് പല സ്ഥലങ്ങളിലും ഇതിനോട് ചേർന്ന് തന്നെ പ്രാർത്ഥിക്കുക. അവരെങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി? ഈ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടി അവര് കൗൺസിലിംഗ് ഒക്കെ കൂടിയിട്ട് തീരുമാനമെടുത്ത് ഇനിയും കിട്ടുന്ന സമയം പാഴാക്കി കളയാനുള്ളതല്ല, പ്രാർത്ഥിക്കാനായിട്ടുള്ളതാണ്. 2 പേര് കൂടി 3 പേര് കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 5ആയി 10ആയി 100ആയി ഇങ്ങനെ വലിയ കൂട്ടായ്മയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഈ മജേസനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അതല്ലാതെ നിങ്ങൾ വന്നേച്ച് പോകുന്ന പോലെ പ്രാർത്ഥനയ്ക്ക് വന്ന് അപേക്ഷയൊക്കെ തെരഞ്ഞെടുത്ത് ചന്തിക്കത്തെ പൊടിയും തട്ടി പോവുമല്ല. അവര് TV കാണാനുള്ള സമയം, കിട്ടുന്ന സമയങ്ങൾ അവര് പാഴാക്കാതെ ഇവിടെ തരുന്ന പ്രാർത്ഥനകൾ, ഇവിടെ നിങ്ങൾക്ക് തരുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് പൈശാചികമായ ഒരു ബന്ധനങ്ങൾ നിങ്ങളെ സ്വാധീനിക്കത്തില്ല. ഇവിടെ കിട്ടുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈശാചിക ബന്ധനവും നിങ്ങളെയോ നിങ്ങളുടെ ഭവനത്തെയോ സമീപിക്കത്തില്ല. കാരണം അത്രമാത്രം ശക്തമായ പ്രാർത്ഥനയാണ് ദൈവം നിങ്ങൾക്ക് ഇവിടുന്ന് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത്. ആരാധന പ്രാധാന്യം കൊടുക്കുന്നു. TV കാണാൻ സമയം തികയുന്നില്ല, പരദൂഷണം പറയാൻ സമയം തികയുന്നില്ല, അല്ലേ? പിന്നെ പ്രാർത്ഥിക്കാനിടുന്ന സമയം. നമ്മള് പള്ളിയിൽ പോകുന്നൊക്കെ വീരവാദം മുഴക്കുക. പള്ളിയിൽ ചെന്നിട്ട് എത്ര പേരെ കൈപോക്കി ശ്രദ്ധിക്കുന്നു. ഒരു ധ്യാനം കൂടിയിട്ട് ഒരു അമ്മച്ചി തിരിച്ചു വന്നു, പള്ളി വന്നു കഴിഞ്ഞപ്പോ ഡിവൈൻ ധ്യാനകേന്ദ്രത്തില് പാട്ട് പാടും എന്ന് പറഞ്ഞുള്ള
പാട്ട് പാടുന്ന സമയത്ത് കരങ്ങളിങ്ങനെ പൊക്കി വീശിയാണ് ആ പാട്ട് പാടുന്നത്. പാവപ്പെട്ട അമ്മച്ചി ധ്യാനവും കഴിഞ്ഞ് പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നതിന് ശേഷം കുർബാനയ്ക്ക് മുമ്പേ ഉള്ള പാട്ട് ഓശാന ഓശാന എന്ന് പറഞ്ഞ പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അമ്മച്ചി പൂർവാധികം ഭംഗിയായിട്ട് കൈപൊക്കി കൈവീശി പാടാൻ തുടങ്ങി. അന്ന് മുതൽ അമ്മച്ചിയുടെ പേര് ഓശാന അമ്മച്ചി. ആ അമ്മച്ചിയുടെ പേര് ഓശാന അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവർക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ തഴക്കമാണോ? അല്ല. ഒരാഴ്ച 7 ദിവസം ആ പോയി ദിവ്യൻ ധ്യാനേന്ദ്രത്തിയിരുന്ന് കൈവീശി അതിനം തുറന്ന് തുടിച്ച് അവര് സ്വതന്ത്രമായി മാറ്റം വന്ന് പള്ളിയാണെന്നോ കുർബാനയാണെന്നോ ഒന്നും പരിശുദ്ധാത്മാവ് തോന്നിച്ചില്ല. നൂറുകണക്കിന് ആൾക്കാരവിടെ കൈകെട്ടിയവരും കൈകെട്ടാത്തവരും വലിയ ധീരരായിട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കുന്നതിന് കയ്യോ കെട്ടിയുണ്ടോ ആളുടെ വീര പോരുവ ഇറങ്ങി വാ കാണിച്ചു തരാം എന്ന് പറഞ്ഞാ വണ്ടിക്കകത്ത് നിൽക്കുന്നു. അല്ലേ? എന്ത് മേടിച്ചോണ്ടാ പോകുന്ന ഇവിടുന്ന്? തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഇടിനാശവും ബഹളവും സമാധാനമില്ല, സ്വസ്ഥതയില്ല. ബഹുമാനം തികച്ചിട്ട് യേശുവിനെ കൊണ്ട് പോവുക. നിങ്ങളുടെ ഏത് യേശുവിനെയും മേടിക്കുന്ന മഴക്കിടുന്ന യേശുവിനെ ഏത് യേശുവിനെയും മേടിച്ചോണ്ടാ പള്ളിയിൽ നിന്ന് പോകുന്ന തിരിച്ച്? പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന വ്യക്തികള് വീട്ടിൽ ചെന്ന് കയറിയാലും വഴിയെ നടന്നു പോയാലും അഗാധമായ സമാധാനമായിരിക്കും. പത്രോസും പൗലോസും ഒക്കെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് വഴിയോരത്തോടെ നടന്നു പോയപ്പോഴ് അവിടെ നെഴല് വീണ രോഗികൾ സുഖം പ്രാപിച്ചു. നിങ്ങളോ? നടന്നു പോയ ജനങ്ങളെല്ലാം കൂടി ചെറിയാത്ത കയറും. അല്ലേ? എഴുതണോ? ഹല്ലേലൂയ ഹല്ലേലൂയ. പള്ളി പോകുമ്പോ പരതുള്ളൂ,